നമസ്കാരം. വിദ്യാഭ്യാസ വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വിദ്യാഭ്യാസ വാർത്തകൾ. കാർഷിക സർവകലാശാലകളിലെ അണ്ടർ ഗ്രാജുവേറ്റ് പ്രോഗ്രാമുകൾ പഠിക്കാം. പ്രവേശന പരീക്ഷയ്ക്ക് ഇപ്പോൾ അപേക്ഷിക്കാം. സംസ്ഥാന സ്കൂൾ ശാസ്ത്രമേള ആലുവയിൽ തുടങ്ങി. ഗണിതശാസ്ത്രമേള, പ്രവൃത്തി പരിചയമേള എന്നിവയിലെ മത്സരങ്ങൾ ഇന്ന് തുടങ്ങും. 21ാം നൂറ്റാണ്ടിലെ പഠന രീതി പാഠപുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ലെന്ന് എസ്എൻ ഗ്രൂപ്പിന്റെ സിഇഒ അമിത് ഗുപ്ത. നൂറ്റാണ്ടിലെ പഠന രീതി പാഠപുസ്തകങ്ങളിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നതല്ലെന്ന് പുസ്തക പ്രസാധകരായ എസ്എൻ ഗ്രൂപ്പിന്റെ സിഇഒ അമിത് ഗുപ്ത കൊച്ചിയിൽ അമൃത വാർത്തകളോട് പറഞ്ഞു. ഇ ലേണിംഗ് അടക്കമുള്ള പുതിയ പാഠ്യരീതികളാണ് ഇനി നടപ്പാക്കേണ്ടതെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. കഴിഞ്ഞ നൂറ്റാണ്ടിലെ സാധാരണ പാഠ്യപദ്ധതി പാടെ മാറിയിരിക്കുകയാണ്. ആധുനിക ലോകത്തിന്റെ ആവശ്യകതകൾ മനസ്സിലാക്കി കുട്ടികളെ അതിനെ പ്രാപ്തരാക്കുന്ന പാഠ്യപദ്ധതികളാണ് നമുക്കിന്ന് ആവശ്യം. അറിവ് സ്വായത്തമാക്കുന്നതിന്റെ അടിസ്ഥാന ശിലകൾ ഭാഷാ നിപുണതയിലും സംഖ്യാബോധത്തിലുമാണെന്ന് എക്സ്റ്റൻഡ് ഗ്രൂപ്പ് സിഇഒ അമിത് ഗുപ്ത പറഞ്ഞു. In 21st century, the way education has to transform, it is very important. What has to happen is that we do not have to think the way we learned in our times. If I went to school, say 40 years back, it was totally different than what the school is today. So when we as I would say a policy maker, as a principal or as a teacher, look at the way learning has to transform. We have to understand the needs of 21st century. We have to understand that the child learns differently. We have to change our mindsets. And I think if we support technology and integrate it rightly, integration rightly is a very, very important issue. Then everyone is a winner. പാഠ്യപുസ്തകങ്ങളിലെ വസ്തുതകൾ നേരിട്ട് മനസ്സിലാക്കാൻ ഇ ലേണിംഗ് പോലുള്ള ആധുനിക പാഠ്യപദ്ധതികൾ വിദ്യാർത്ഥികളെ സഹായിക്കുമെന്നും പുതിയ തലങ്ങളിലേക്ക് അവരെ നയിക്കാൻ ഇത്തരം പഠന രീതി വഴി സാധിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ചെലവ് കുറഞ്ഞ ഇത്തരം പാഠ്യപദ്ധതികൾ കൂടുതൽ സ്കൂളുകളിലേക്കും കോളേജുകളിലേക്കും വ്യാപിപ്പിക്കണമെന്നും അമിത് ഗുപ്ത കൂട്ടിച്ചേർത്തു. അമൃത ന്യൂസ്, കൊച്ചി. ശാസ്ത്രത്തിന് രാജ്യത്തിന്റെ അതിർവരമ്പുകളില്ലെന്ന് നൊബേൽ സമ്മാന ജേതാവ് വെങ്കട്ടരാമൻ രാമകൃഷ്ണൻ പറഞ്ഞു. ശാസ്ത്രം രാജ്യത്തിന് വേണ്ടിയല്ല, മാനവ സമൂഹത്തിന് വേണ്ടിയാണ് നിലകൊള്ളുന്നത് എന്നും അദ്ദേഹം പറഞ്ഞു. ചെന്നൈയിൽ നടക്കുന്ന ദേശീയ ശാസ്ത്ര കോൺഗ്രസിനോടനുബന്ധിച്ചുള്ള ബാലശാസ്ത്ര കോൺഗ്രസ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു വെങ്കട്ടരാമൻ. നളന്ദ സർവകലാശാലയെ കുറിച്ച് ഇനിയും കൂടുതൽ പഠനങ്ങൾ ആവശ്യമാണെന്നും പ്രമുഖ സാമ്പത്തിക ശാസ്ത്രജ്ഞനും നൊബേൽ സമ്മാന ജേതാവുമായ ഡോക്ടർ അമർത്യ സെൻ പറഞ്ഞു. ചൈനയ്ക്ക് പുറത്ത് വിദ്യാഭ്യാസത്തിന് ആശ്രയിച്ചിരുന്ന ഒരേ ഒരു സർവകലാശാല നളന്ദയായിരുന്നു എന്നത് തന്നെയാണ് അതിന്റെ ഏറ്റവും വലിയ പ്രത്യേകതയെന്നും അദ്ദേഹം പറഞ്ഞു. ശാസ്ത്ര കോൺഗ്രസിൽ പ്രഭാഷണം നടത്തുകയായിരുന്നു അമർത്യ സെൻ. രാജഗിരി കോളേജ് ഓഫ് സോഷ്യൽ സയൻസും ഇന്ത്യൻ സൊസൈറ്റി ഓഫ് പ്രൊഫഷണൽ സോഷ്യൽ വർക്കും സംയുക്തമായി സംഘടിപ്പിക്കുന്ന അന്താരാഷ്ട്ര കോൺഫറൻസ് വ്യാഴാഴ്ച കൊച്ചിയിൽ നടക്കും. 4 ദിവസം നീണ്ടു നിൽക്കും. സോഷ്യൽ വർക്കും പരിസ്ഥിതിയും എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് സമ്മേളനം. ജൈവ വൈവിധ്യ, ജീവിതശൈലിയും പരിസ്ഥിതിയും, പരിസ്ഥിതി പ്രശ്നങ്ങൾ, മാലിന്യ നിർമ്മാർജ്ജനം തുടങ്ങിയ വിഷയങ്ങളും പ്രഭാഷണത്തിലുണ്ട്.